ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സമാധാന ചർച്ചകൾക്കായി യുഎസിനെ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ട്രംപിന്റെ അത്തരം ചർച്ചകളെല്ലാം ഇസ്രായേലി ആക്രമണങ്ങളെ മറച്ചു പിടിക്കാനാണെന്നും മന്ത്രി പ്രതികരിച്ചു. അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിനെയും ഇറാനെതിരായ നിലപാടിനെയും നയതന്ത്രപരമായ ചതിയെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആക്രമണം അവസാനിപ്പിച്ച് സമാധാന ചർച്ചയ്ക്കുള്ള നിശ്ചയദാർഢ്യം അമേരിക്ക കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് വേൾഡ് പരിപാടികൾക്കായി തുർക്കിയിലാണ് അബ്ബാസ് അരാഗ്ചി ഇപ്പോഴുള്ളത്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗാനുമായും അരാഗ്ചി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ കൂട്ടായ്മയിലെ രാജ്യങ്ങൾ ഉൾപ്പെട്ട പൊതുചർച്ചയിൽ ഇറാനെതിരായ ആക്രമണങ്ങളും ചർച്ചയാകും. ഇറാൻ ഇസ്രായേൽ സംഘർഷം 9ാം ദിവസത്തിലേക്ക് കടക്കവേ ഇരു രാജ്യങ്ങളും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഇറാനിൽ 15 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് 30ലേറെ ആയുധങ്ങൾ പ്രയോഗിച്ചതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇറാനിലെ ഇസ്ഫഹാൻ, തെഹ്റാൻ എന്നിവിടങ്ങളിൽ ആകാശത്ത് സ്ഫോടനമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നജഫാബാദ് നഗരത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതും മാലാഡ് പ്രവിശ്യയിൽ സ്ഫോടനം ഉണ്ടാകുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളതെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ ഇറാനിലെ ഖ്വാമിൽ ആൾതാമസമുള്ള കെട്ടിടത്തിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനം ബോംബാക്രമണം നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.